മനസ്സലിവ് മ്യൂട്ടാണ് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കൊലോസ്യ ലേഖനത്തിന്റെ മുന്നിലായിരിക്കുവാൻ, ആ ലേഖനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരിക്കൽ കൂടെ ദൈവം ഇടയാക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ കൂടുതൽ അറിയുവാനും ഈ കൊലോസ്യ ലേഖനത്തിൽ കൂടി മനസ്സിലാക്കുവാനും ദൈവം ഇടയാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ലോകത്തിൽ മറ്റെന്ത് നമ്മൾ അറിയുന്നതിനേക്കാളും യേശുവിനെ കൂടുതൽ അറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സ്തോത്രം. യേശുവിനെ കുറിച്ച് നമ്മൾ ആരും മനസ്സിലാക്കിയോ അല്ലെങ്കിൽ അറിഞ്ഞോ തീർന്നിട്ടില്ല എന്നതും വാസ്തവമായ സത്യമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെട്ട ദൈവിക പ്രവചന വാക്യങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യേശുവിനെ ഒരു വ്യക്തി ഇതുവരെയും അത് വായിച്ച് മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. സ്തോത്രം. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തോടും പ്രത്യേകിച്ച് ലേഖനങ്ങളോടും അടുത്തു വരുമ്പോൾ ക്രിസ്തുവിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഇനിയും നമുക്കുണ്ട് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. എത്രത്തോളം നമ്മൾ ക്രിസ്തുവിനെ അറിയുമോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ ആമേൻ ആരെയാണ് പിൻപറ്റുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനിടയായിരുന്നു. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയെ ഫോളോ ചെയ്യുന്ന വഴിയാണത്. സ്തോത്രം. യേശു നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. യേശു പോയ പാതയിൽ കൂടി യേശുവിനെ പിൻപറ്റുന്നവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഇടുക്കുവാതിലിലൂടെ ആമൻ അകത്ത് കടന്ന് ഈ ആമൻ ഞെരുക്കമുള്ള പാതയിലൂടെ സഞ്ചരിച്ച് ഇത് നമ്മളെ ജീവനിലേക്ക് കൊണ്ടെത്തിക്കുന്ന വഴിയാകയാൽ ആ വഴിയിൽ കൂടി സഞ്ചരിച്ച യേശു കർത്താവിന്റെ പാദം നമ്മൾ പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. നമ്മൾ പോകുന്ന വഴിയിൽ യേശു സഞ്ചരിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. യേശു സഞ്ചരിക്കാത്ത ഒരു വഴിയിലേക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ യേശു ഒരിക്കലും നയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്രകാരം യേശു നമ്മളെ നയിക്കുന്ന വഴികളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശുവിന്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു ആരെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും യേശു ആരെന്നുള്ള അറിവിന്റെ ഏറ്റവും വലിയ ആഴമായ ആമേൻ അവൻ മശിഹയാണെന്നുള്ള ദൈവപുത്രനാണെന്നുള്ള ആഴത്തുള്ള ബോധ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശുവിന് ആമേ ശിഷ്യന്മാർ തന്നെ അനുഗമിക്കുന്നവർ തന്നെ ആരെന്ന് മനസ്സിലാക്കിയെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. ജനം പറയുന്ന പല വാക്കുകളെ കുറിച്ച് യേശു കേട്ടിട്ടും ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നത് യേശുവിന് കേൾക്കുവാൻ വലിയ കൊതിയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ പിൻപറ്റുന്നവർ കേവലം ചില കാര്യങ്ങൾ മാത്രം യേശുവിനെ മനസ്സിലാക്കുകയല്ല, നമ്മൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളെ നാം നിർമ്മിച്ചവനും നമുക്ക് വീണ്ടും ജനനം തന്നവനുമായ നമ്മുടെ രക്ഷിതാവായ യഥാർത്ഥ പിതാവായ യഥാർത്ഥ നമ്മുടെ ആമേൻ എല്ലാമായ യേശു കർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നും യേശു കർത്താവ് ആരായിരുന്നു ഈ ലോകത്തിലെന്നും നമുക്ക് മനസ്സിലാക്കി യേശുവിനെ മുന്നോട്ട് പോകുവാൻ കഴിയും. സ്തോത്രം. ആമേൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആമേൻ മറ്റു പലരെക്കാളിലും യേശുവിന് ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. സ്തോത്രം. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ആമേ സ്തോത്രം എല്ലാം തികഞ്ഞവനായിരുന്നു, പൂർണ്ണനായിരുന്നു യേശു കർത്താവ് എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളാരും പൂർണ്ണരായതുകൊണ്ടല്ല നമ്മൾ കർത്താവിന്റെ പുറകെ പോകുന്നത്. ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരായതുകൊണ്ട് ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള വേദഭാഗങ്ങളിലൂടെ ദൈവം നമ്മൾ ഒറ്റയ്ക്ക് പൂർണ്ണരല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ദൈവം നമ്മളെ നടത്തി അതിലേക്ക് നയിക്കുന്നത്. സ്തോത്രം. നമ്മളെ തള്ളിക്കളയുവാനോ ഉപേക്ഷിക്കുവാനോ മനസ്സില്ലാത്ത ദൈവം യേശു എങ്ങനെയുള്ള സ്വഭാവത്തിലാണോ ഈ ലോകത്തിൽ ജീവിച്ചത് അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്ന വഴികളിൽ താഴ്മയുടെയും മനസ്സലിവിന്റെയും
ദയയുടെയും സൗമ്യതയുടെയും ദീർഘക്ഷമയുടെയും ജീവിത അനുഭവങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമുക്കൊട്ടും പതറുവാനിടയാകത്തില്ല. കാരണം യേശുവിന്റെ സ്വഭാവമായിരുന്നു അങ്ങനെയുള്ള അത് വെളിപ്പെടേണ്ട സാഹചര്യങ്ങളിലൂടെയെല്ലാം യേശു കടന്നുപോയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും അതേ പാതയിൽ തീർച്ചയായും കടന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നിൽ മനസ്സിലിവിനായി കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളെ കടന്നു വരാൻ തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം യേശു പോയ വഴിയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. യേശു മനസ്സിലേണ്ട ഒത്തിരി ആളുകൾ തങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. സ്തോത്രം. യേശു ദയ കാണിച്ച ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡയറക്റ്റ് അനുഭവിച്ചവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന ഈ ആത്മീക ജീവിതത്തിന്റെ പാതയിൽ നമ്മുടെ ദയവ് കാത്തിരിക്കുന്ന ഒത്തിരി പേരെ കർത്താവ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ആ സമയത്ത് അവർക്ക് മാർക്കിടുവാൻ ഇടയാകാതെ മനസ്സലിയുവാനും ദയ ചെയ്യുവാനും യേശുവിന്റെ ഭാവമുള്ളവരെ ജീവിക്കുവാൻ ദൈവം ഈ വചനങ്ങളിൽ കൂടി നമ്മളോട് ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. കഠിന ഹൃദയർ യേശുവിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ട് അവന്റെ പുത്രന്മാരും പുത്രിമാരുമായതുകൊണ്ട് സോഫ്റ്റായി മനസ്സലിവുള്ളവരായി ദയവുള്ളവരായി തീരുവാൻ ദൈവം ഇന്ന് രാത്രികാലവും നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് പകലത്ത് ഈ മുഴുവൻ ജീവിതത്തിനിടയിൽ ഒരുപക്ഷെ ദയ കാണിക്കുവാനും മനസ്സലിവ് വരേണ്ട ഭാഗങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടു പോയ വ്യക്തികളായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം യേശു ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇന്ന് മുതൽ വീണ്ടും മനസ്സലിവ് കാണിക്കുവാനും ദയ കാണിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എന്നെ പിൻപറ്റുവാൻ എന്നെ ധരിക്കുവീൻ എന്നുള്ള വാക്കുകൾ ഒരിക്കൽ കൂടി ഈ ലേഖനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിച്ചുണർത്തുന്നത് നമ്മളോടുമാണ് എന്നുള്ള വാസ്തവമായ സത്യം മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലാക്കിയ മൂന്നാമത്തെ യേശുവിന്റെ സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ധരിക്കേണ്ട ഒരു സ്വഭാവമാണ് താഴ്മ എന്നുള്ളത്. സ്തോത്രം. ഞാൻ താഴ്മയെക്കുറിച്ച് ഏകദേശം നന്നായി പറയുവാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താഴ്മയെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങൾ ഞാൻ പറയാതെ തന്നെ ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഞാൻ അതൊന്നും ഓർമ്മിപ്പിച്ച് ഉണർത്താത്തതിന്റെ കാര്യം നമുക്ക് ഒരുവിധം ബൈബിൾ അറിയാവുന്നവരായതുകൊണ്ട് താഴ്മ എന്നത് യേശുവിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഫീലിങ്സ് ആയിരുന്നു, ഒരു ഭാവന, ഒരു സ്വഭാവമായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈഫിലും നമ്മളെ ദൈവമാക്കി വെച്ച പദവികളിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ കഴിയുന്ന ഒരു മാർഗത്തിലേക്കാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം യേശു തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്ത് ഒരിക്കൽ പോലും ഉയർച്ച പറയുവാനോ സ്വയം ഉയർച്ചകൾ വെളിപ്പെടേണ്ട ഭാഗങ്ങളിൽ അത് ഏറ്റെടുക്കുവാനിടയാകാതെ പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിക്കുന്ന ഒരു ദാസ മനോഭാവത്തിൽ മറ്റുള്ളവരെ സേവിച്ച് ഈ ലോക ജീവിതത്തിന്റെ സകല ശുശ്രൂഷകളും നിവർത്തീകരിച്ച് ക്രൂശിൽ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞുപോയ യേശുവിനെ പിൻപറ്റുന്ന എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും മരണം വരെ താഴ്മയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. സ്തോത്രം. ആത്മീക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പരീക്ഷ ഭക്തന്മാരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും യേശു പറഞ്ഞ ഉപമയിൽ പരീശന്മാരുടെയും ടാക്സ് കളക്ടർ, അതായത് ചുങ്കം പിരിക്കുന്ന ആ വ്യക്തിയുടെ കഥ പറയുന്ന സമയത്ത് യേശു കഥാവ് അവസാനം ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. തന്നെ തന്നെ ഉയർത്തിക്കൊണ്ട് നിഗള ഹൃദയത്തോടുകൂടി ഞങ്ങൾ തികഞ്ഞവരാണ് എന്നുള്ള മനോഭാവത്തിൽ സംസാരിച്ച പരീശൻ നീതീകരിക്കപ്പെടാത്തവനായി അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ മാറത്ത് അടിച്ച് വേദനിച്ച ഹൃദയവുമായി തകരുന്ന മനസ്സുമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നീതിക്കായി കേണപേക്ഷിച്ച ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് യേശു കർത്താവ് പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ആർക്കെങ്കിലും ഇന്ന് രാത്രിയിൽ തോന്നുന്നു ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നെങ്കിൽ പരീശന്മാരെക്കാൾ ഒട്ടും വ്യത്യസ്തരല്ലെന്നുള്ള ബോധ്യങ്ങൾ മനസ്സിലാക്കി താഴ്മയിലേക്ക് യേശു ഇന്ന് രാത്രികാലം നമ്മളെ വിളിക്കുന്നു. സ്തോത്രം. യേശു മരണം വരെയും താഴ്മയുള്ളവനായിരുന്നു. സ്തോത്രം. ആ ഭാവത്തിലേക്ക് ജീവിക്കുവാൻ, ആ സ്വഭാവം ധരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. താഴ്മ നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെ
നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ആമേൻ. അത് താഴ്മ ധരിക്കുവാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ കർത്താവ് വെച്ചിരിക്കുന്ന എല്ലാ വഴികളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കലും പിറുപിറുക്കുന്നവരാകാതെ നികളഹൃദയം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കത്തക്കവണ്ണം കർത്താവ് നമ്മളിൽ അനുവദിച്ച ജീവിത സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാൻ, അംഗീകരിക്കുവാൻ ദൈവം നമുക്ക് ശക്തമായ ദൈവകൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. അടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗമ്യത എന്ന ഒരു സ്വഭാവമാണ്. സൗമ്യത എന്നൊരു സ്വഭാവം. സ്തോത്രം. നമുക്കറിയാം താഴ്മ എന്ന സ്വഭാവവും സൗമ്യത എന്ന സ്വഭാവവുമായി ഒത്തിരി ചേർന്ന് കിടക്കുന്ന ചിന്തകളാണ്. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത് ഗിരിപ്രഭാഷണം നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കർത്താവിന്റെ ദാസൻ പഠിപ്പിച്ച സമയത്ത് സൗമ്യത എന്താണ് എന്നത് വിശാലമായി തന്നെ കർത്താവിന്റെ ദാസൻ പഠിപ്പിച്ചതാകൊണ്ടും അതിനെക്കുറിച്ച് പ്രത്യേകമായ ഒരു ആവശ്യം മനസ്സിലാകേണ്ടതായിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും എങ്കിലും സ്തോത്രം ചില കാര്യങ്ങൾ മാത്രം സൗമ്യതയെ പറ്റി പറയുവാനും ഇന്ന് രാത്രികാലം ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. താഴ്മയോടെ ശാന്തശീലനായി കർത്താവിന്റെ ഭാവം, താഴ്മയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശാന്തതയുടെ സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സ്തോത്രം. വളരെ വിനയത്തോടുകൂടിയും ശാന്ത മനോഭാവത്തോടുകൂടിയും താഴ്മയുള്ള ഹൃദയത്തോടുകൂടിയും മറ്റുള്ളവരുടെ മുന്നിൽ ഇടപെടലിൽ വരുന്ന, നമ്മളിൽ വരുന്ന, മനുഷ്യരിൽ വരുന്ന ഒരു സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ സൗമ്യതയോടെ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സ്തോത്രം. സൗമ്യത ബൈബിൾ പ്രകാരം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൗമ്യത എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ സൗമ്യത ഉള്ളവർക്കുള്ള ഭാവങ്ങളെ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയാൽ അത് സൗമ്യത ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായും മറ്റുള്ളവർക്ക് വിധേയപ്പെടുന്നവരായിരിക്കും. സ്തോത്രം. അവർ വിധേയപ്പെട്ടു കൊടുക്കും. സ്തോത്രം. അവർ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് സമർപ്പിക്കപ്പെട്ടവരായി അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് അവർക്കൊട്ടും ബുദ്ധിമുട്ടില്ല എന്നതാണ് നമുക്ക് സൗമ്യതയെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. കാരണം അവർക്ക് മറ്റുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞ, താഴ്മയുമായി ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന ഒരു മനോഭാവം അവർക്ക് തീർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സമർപ്പിച്ചു കൊടുക്കുവാനോ മറ്റുള്ളവരുടെ മുന്നിൽ വിനയപ്പെടുന്നതിനോ ബുദ്ധിമുട്ടില്ല. അതൊരു ചെറുതായ ഭാവമായി കാണുന്നില്ല, അതൊരു കൊച്ചാകപ്പെട്ടു എന്ന് ചിന്തിക്കുന്നില്ല. സ്വത്രം. അത് സൗമ്യതയുടെ ഒരു ഭാവമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് യേശുവിന്റെ സ്വഭാവമാണ് ഈ വർണ്ണിക്കുന്നത്. സ്വത്രം. യേശുവിനോളം പിതാവിന് ഈ ലോകത്തിൽ 33.5 വർഷം സബ്മിസീവായിരുന്ന, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട, വിനയമുള്ള, താഴ്മയുള്ള മനസ്സോടുകൂടി മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെട്ട ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സ്തോത്രം. യേശുവാണ് സൗമ്യതയുടെ ലക്ഷണം. സ്തോത്രം. യേശു കർത്താവ് പിതാവിന്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ദാസത്വ മനോഭാവത്തോടു കൂടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നത്. സ്തോത്രം. സാധാരണ മനുഷ്യരോട് പോലും യേശു സൗമ്യതയോടുകൂടിയാണ് പെരുമാറിയത്. കാരണം യേശുവിൽ സൗമ്യത ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും അല്ലെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഇന്നത്തെ പകലത്തെ ജീവിതത്തിന്റെ, ഇന്ന് രാത്രി വരെയുള്ള ജീവിതത്തിന്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം സൗമ്യത ദൈവം നമ്മളിൽ പരീക്ഷിച്ച സമയത്ത്, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിച്ച് സൗമ്യതയ്ക്ക് വേണ്ടി അവസരങ്ങൾ തന്ന സമയത്ത് എത്രയോ സമയങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. സ്തോത്രം. നമ്മൾ സബ്മിസീവ് ആകാതെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും ആണ് എന്ന് പ്രകടിപ്പിക്കുന്നത് സൗമ്യതയുടെ ഭാവമല്ല. സ്തോത്രം. ഞാൻ എന്തെങ്കിലും ആണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതും സൗമ്യതയുടെ ഭാവമല്ല. സൗമ്യത ഉള്ളവർ എപ്പോഴും സ്തോത്രം മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്ന ഒരു ഭാവമാണ്. സ്തോത്രം. നമുക്ക് ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഏകദേശം സൗമ്യതയുമായി ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ സൗമ്യതയിൽ നിന്നും നമുക്ക് വരുന്ന അങ്ങനെ ഒരു ഭാവമാണെന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വായിക്കാം. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും
അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യെസ്, ഞാൻ മറ്റനേകരെ നേടേണ്ട റൈറ്റ് വെച്ച് നോക്കിയാൽ, സാധാരണ സ്വാഭാവികമായ ജീവിതത്തെ വെച്ച് നോക്കിയാൽ എനിക്കവിടെ സംസാരിക്കുവാനും മറ്റുള്ളവരെ താഴ്ത്തുവാനും സാധ്യതകളുണ്ട്. പക്ഷെ അങ്ങനെ റൈറ്റ് കിടക്കുമ്പോൾ തന്നെ ആമേൻ, അവരുടെ നന്മയ്ക്കായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി, മറ്റനേകരെ നേടുവാൻ വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ തന്നെ താഴ്ത്തിക്കൊട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു ശാന്തതയുടെ ഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സ്വത്രം വിട്ടുകൊടുക്കുവാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഭാവം, മറ്റുള്ളവരുടെ മുന്നിൽ താണുകൊടുക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്വഭാവമാണ് സൗമ്യതയുടെ ഭാവം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഏകദേശം ചേർന്ന് കിടക്കുന്ന ഒരു സ്വഭാവമാണ്. താഴ്മ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതും, സൗമ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതുമായ ഭാവമാണ്. സ്തോത്രം. താഴ്മയുള്ളവർക്ക് തീർച്ചയായും സൗമ്യതയിലേക്ക് അത് നയിക്കപ്പെടുന്നു. സൗമ്യതയുള്ളവർക്ക് താഴ്മ മനോഭാവത്തിലും തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ താഴ്മയും സൗമ്യതയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ബൈബിളിലെ വിവിധ ആളുകളുടെ ജീവിതത്തിൽ നിന്നും യേശുവിന്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് നമ്മൾ അവരെയൊക്കെ വിരലിച്ചുകൊണ്ടുന്നത്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ സൗമ്യതയുള്ളവനായിരുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം. അത് വലുതായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സൗമ്യത എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വിവിധ സാഹചര്യങ്ങളിലൂടെ. സൗമ്യത ഉള്ളവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ ഇന്ന് പറയാനായി ശ്രമിക്കുന്നത്. സ്തോത്രം. സൗമ്യതയുള്ള ഭാവത്തെപ്പറ്റി ഈ ഞാനിപ്പോൾ പറഞ്ഞ ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അബ്രഹാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ലോത്തിന്റെ ജോലിക്കാരും ഇടയന്മാരും എന്താണ് അവിടെ നമുക്ക് 6-ാമത്തെ വാക്യം മുതൽ 7-ഉം 8-ഉം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോക്കെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ കാണുന്ന ഈ അബ്രഹാമിന്റെ ഈ സ്വഭാവത്തെ സൗമ്യതയുമായി ചേർത്ത് ചിന്തിക്കാം. സ്തോത്രം. കാരണം അവിടെ തനിക്ക് വേണമെങ്കിൽ തന്നെ റൈറ്റിന് വേണ്ടി സംസാരിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. വേണമെങ്കിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം കർത്താവ് വിളിച്ച് കൊണ്ടുവന്നത് അബ്രഹാമിനെയാണ്, കൂടെ വന്നതാണ് ലോത്ത്. വേണമെങ്കിൽ അവിടെ വാദിച്ച് ജയിക്കുവാൻ ഒത്തിരി സാധ്യതകൾ അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ തന്റെ മുന്നിൽ തന്റെ സഹോദരനായ ലോത്ത്, അല്ലെങ്കിൽ സഹോദര തുല്യനായി എന്ന് താൻ ഇവിടെ സംസാരിക്കുന്ന ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും ജാതികളുടെ മുന്നിൽ, അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്തവരുടെ മുന്നിൽ ഒരു പ്രോബ്ലം ആയപ്പോൾ വിട്ടുകൊടുക്കുവാൻ അബ്രഹാം തയ്യാറായി. സ്തോത്രം. സൗമ്യതയുടെ ഒരു ഭാവമാണ് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകും. നമ്മൾ ഒരിക്കലും ജയിക്കുവാൻ ശ്രമിക്കുകയില്ല. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടും ഞാൻ പറഞ്ഞ ഭാഗം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. സൗമ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുവാൻ ഒട്ടും ശ്രമിക്കുന്നില്ല. ജയപരാജയങ്ങളിലല്ല അവരുടെ വിഷയം, അവർ ക്രിസ്തുവിനെ ധരിച്ചു എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. കാരണം യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാലും യേശു ലൈഫിലുടനീളം വിട്ടുകൊടുക്കുകയായിരുന്നു തന്റെ ജീവിതത്തെ. ഒരിക്കലും താൻ വിധേയപ്പെടുന്നത് വിട്ടുകൊടുക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ തന്റെ റൈറ്റിന് വേണ്ടി സംസാരിക്കുന്നവനായിരുന്നില്ല യേശു കർത്താവ്. ജീവിതത്തിന്റെ ജനനം മുതൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണം വരെയും ഞാൻ ഇന്നലെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇന്നലെ ചിന്തിച്ചതുപോലെ നമുക്കറിയാവുന്നത് പോലെ പിതാവിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവനായി തനിക്ക് റൈറ്റുള്ള ഭാഗത്ത് പോലും സൗമ്യതയോടെ ഇടപെട്ടവനാണ് നമ്മുടെ യേശു കർത്താവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റിനായി സംസാരിക്കുന്ന, എനിക്ക് ന്യായമായി എനിക്കത് സംസാരിക്കുവാൻ പാസ്റ്ററെ അനുവാദമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തും മിണ്ടാതിരിക്കുവാൻ കഴിയുന്നതാണ് സൗമ്യതയുടെ സ്വഭാവം, ക്രിസ്തീയ സൗമ്യതയുടെ സ്വഭാവം എന്ന് പറയുന്നത്. സ്വത്രം. ന്യായമായി നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളോട് കാണിച്ച ആ വസ്തു സംബന്ധമായി കാണിച്ചതോ, അല്ലെങ്കിൽ ന്യായമായി നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങളുടെ കുടുംബ വ്യക്തികൾ നിങ്ങളോട് കാണിച്ചതോ ഒക്കെ ദോഷമായിരിക്കാം. സ്തോത്രം. ഒരുപക്ഷെ അവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന വഴികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്രഹാമിനെ
വളരെ ആമേൻ വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മാനുഷികമായി ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ ആമൻ ഇടപെടുന്നത്. പക്ഷെ അതൊന്നും ആമൻ അബ്രഹാമിനെ വേദനിപ്പിക്കുന്നില്ല. സ്തോത്രം. കാരണം സൗമ്യതയുള്ളവനായിരുന്നു അബ്രഹാം എന്ന് നമുക്ക് മനസ്സിലാകുന്നു ആ ഭാഗത്ത് നിന്നും. സ്തോത്രം. എന്നാൽ മാനുഷികമായി നോക്കുമ്പോൾ അബ്രഹാമിന് തൽക്കാലം നഷ്ടം വന്നു എന്നാണ് നമുക്ക് ആ കഥയിൽ നിന്നും അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നഷ്ടങ്ങളെ സഹിക്കുവാൻ കഴിയുന്നതാണ് സൗമ്യതയുടെ മുഖമെന്ന് പറയുന്നത്. സ്തോത്രം. ആമേ പലപ്പോഴും സൗമ്യതയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയും ഒട്ടും നഷ്ടമാക്കുവാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ വാദിച്ച് ജയിച്ച് നമ്മുടെ നന്മകളെ തിരികെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ലിസ്റ്റിലാകുമ്പോൾ സൗമ്യത, താഴ്മ എന്നുള്ളത് നമ്മളിൽ നിന്നും വിദൂരത്തിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ള സത്യം നമ്മൾ അറിയാതെ ആമേൻ ഇരിക്കരുത്. ആമേൻ സൗമ്യത ഉള്ള ഒരു ജീവിതം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ക്രിസ്തുവിനെ ധരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ന്യായമായതെല്ലാം നേടിയെടുക്കുന്നതല്ല സൗമ്യതയുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ന്യായമായത് വിട്ടുകൊടുക്കുവാൻ കഴിയുന്ന ഒരു മാർഗമേ ഉള്ളൂ ഈ ലോകത്തിൽ. അതാണ് നമ്മൾ സേവിക്കുന്ന ഈ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. തൽക്കാലം നമ്മൾ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ തീർച്ചയായും ക്രിസ്തീയ ജീവിതത്തിൽ വരാം. യേശുവിന്റെ ജീവിതം ഉടനീളം നോക്കിയാൽ, മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ യേശുവിന്റെ ജീവിതം വേണമെങ്കിൽ പരാജയമായിരുന്നു എന്ന് പറയാം. യേശു സാധാരണക്കാരനായി ജനിച്ചു. കിടക്കുവാൻ സ്ഥലമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ജനിച്ചിട്ട് കിടത്തുവാൻ സ്ഥലമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകം വിധി എഴുതുന്നത് ആമേൻ ഒരു സക്സസ് അല്ല. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ ആമേൻ ജനന സമയത്ത് മാതാപിതാക്കൾ യേശുവിന്റെ ആമേൻ ജനന നിമിത്തം മറിയയും യോസഫും വല്ലാതെ ബുദ്ധിമുട്ടി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. ഗർഭിണിയായിരിക്കുന്ന മറിയ ഓടിപ്പോകേണ്ടി വന്നു. ജനനത്തിനു ശേഷം പിന്നീട് ഓടേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സംഭവിക്കുന്നത് ആമേൻ അത്ര കണ്ട് സന്തോഷകരമായ അനുഭവങ്ങളല്ല. യേശുവിന്റെ ജീവിതം മൊത്തത്തിൽ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കിയാൽ എന്തിനേറെ അവസാനം തന്റെ ജീവിതം നോക്കിയാൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് നഗ്നനായി ക്രൂശിൽ കിടക്കുന്നത് ലോകം നോക്കുമ്പോൾ ശപിക്കപ്പെട്ട ക്രൂശിൽ യേശു നാണം കെട്ട് കിടക്കുകയാണ്. സ്തോത്രം. യേശു ഒരു പരാജയമെന്ന് ലോകത്തിനൊരു പക്ഷെ തോന്നിയേക്കാം. എന്നാൽ ആ സമയങ്ങളിലും യേശു ഒരിക്കലും അവകാശങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി യേശു ഒരിക്കലും ശ്രമിക്കുന്നില്ല. സ്തോത്രം. ഞാൻ കുറച്ചുകൂടി യേശുവിന്റെ കാര്യങ്ങളെ, യേശുവിന്റെ സ്വഭാവത്തെ പറഞ്ഞു വരുന്ന വഴിയിൽ സ്തോത്രം, ഈ യേശുവിന്റെ സൗമ്യത ഫോളോ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. സ്വന്തം ജസ്റ്റ് നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തി ആമേൻ അതിന്റെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞ. അതെ, യേശുവിന്റെ പുറകെ പോകുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. കർത്താവിന്റെ ഭാവമുള്ളവരായി, കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. അതുകൊണ്ട് ആമേൻ അതിന്റെ 11-ാമത്തെ വാക്ക്, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവ അത് വിട്ടോടി ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. സ്തോത്രം. ആമേൻ. നമ്മൾ സൗമ്യത പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. നമ്മൾ സൗമ്യത പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ്. സൗമ്യതയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ നഷ്ടങ്ങൾ സഹിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. മറ്റൊരാളുടെ മുന്നിൽ സബ്മിസീവ് ആകുന്നത്, തോറ്റുകൊടുക്കുന്നത്, താഴ്മ ധരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ല. സൗമ്യത അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ആ സൗമ്യതയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്തോത്രം. സൗമ്യത എന്നത് എപ്പോഴും കൺട്രോളിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ശക്തി അനുസരിച്ചും നമ്മുടെ റൈറ്റ് അനുസരിച്ചും നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ ആ റൈറ്റ് ഉപയോഗിക്കാതിരിക്കുകയും നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു മനോഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ഭാവങ്ങൾ കാണാൻ കഴിയും. ജസ്റ്റ് ഒരൊറ്റ കാര്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് സൗമ്യതയുമായി ചേർത്ത് ചിന്തിക്കുവാൻ നമുക്ക് തീർച്ചയായും കഴിയും. അത് കറക്റ്റ് സൗമ്യതയുടെ ഒരു ഉദാഹരണമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 53 നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഞാൻ വായിച്ചാട്ടെ.
എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവഴുത്തുകൾ എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. ആമേൻ. യേശു കർത്താവിന്റെ ഒരു ഭാവം നോക്കണേ. യേശു കർത്താവിന് വേണമെങ്കിൽ, ഈ സന്ദർഭം നിങ്ങൾക്കറിയാം, യേശു ക്രൂശിക്കപ്പെടുവാൻ പോകുമ്പോൾ ശിഷ്യൻ ആമേൻ അവിടെ വന്ന പടയാളിയുടെ കാതറത്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു സേനയെ തന്നെ ഇവിടെ ഇറക്കി ഈ സകല ആളുകളെ നശിപ്പിച്ചു കളയാൻ കഴിയും. ഇവിടെ യുദ്ധം പോലെ കൊണ്ടുവന്ന് എല്ലാ യുദ്ധമൊന്നും വേണ്ട, യേശു ഒന്ന് ചിന്തിച്ചാൽ മതി, ഇതെല്ലാം അസ്തമിക്കും. സ്തോത്രം. എല്ലാം തീർത്തു കളയുവാൻ യേശുവിന് കഴിയും. പക്ഷെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, തിരുവഴുത്തു നിവർത്തിയാകേണ്ടതിന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. സ്തോത്രം. അവൻ തനിക്ക് കഴിയും, സംസാരിക്കാൻ റൈറ്റ് ഉണ്ട്, ചെയ്യുവാൻ കർത്താവിന്. ഈ സൗമ്യത എന്നതൊരു കഴിവുകേടല്ല. സ്തോത്രം. നമ്മൾ സാധാരണയെ കാണുന്ന ഒരു കോമൺ ഒരു കൊട്ടേഷൻ ആണ്. സൗമ്യത എന്നതൊരു വീക്ക്നെസ് അല്ല, മീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല. സ്തോത്രം. നമ്മൾ നമ്മുടെ ലൈഫിൽ സൗമ്യത ഉള്ളപ്പോൾ ലോകം ചിന്തിക്കുന്ന ഒരു പക്ഷേ അത് നമ്മൾ കംജോർ ആയതുകൊണ്ട്, വീക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ. എന്നാൽ സൗമ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ കംജോർ ആയതുകൊണ്ടല്ല, അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അത് ഭയമാണ്. സ്തോത്രം. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സൗമ്യതയുള്ള ഭാവം യേശുവിന് എന്തുകൊണ്ടാണ് വരുന്നത്? യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു സൗമ്യത വെളിയിൽ വന്നു എന്ന് പറയുന്നത്. യേശു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൗമ്യതയാകുന്നില്ല. സ്തോത്രം. യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല, യേശുവിനെല്ലാം ചെയ്യുവാനും കഴിയും. സ്തോത്രം. യേശു ദൈവത്തിന്റെ പുത്രനാണ്. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി ഈ ലോകത്തിൽ ആകപ്പെട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. എന്നാൽ റൈറ്റ് എല്ലാം നേടിയെടുക്കുന്നതല്ല ദൈവം വെച്ചിരിക്കുന്നത്. യേശുവിന്റെ സൗമ്യത പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചവരെ അങ്ങ് ശാസിച്ചാട്ടെ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവന ചെയ്യാൻ കഴിയത്തില്ലേ? ചെയ്യാൻ കഴിയും. ശീമോൻ ഒരിക്കൽ യോഹന്നാൻ യേശുവിനോട് പറയുകയാണ്, നമുക്ക് തീ ഇറക്കി അവരെ അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞേക്കാം. സ്തോത്രം. അത് സൗമ്യതയുടെ ഭാവമല്ല. കർത്താവ് ശക്തമായി അതിനെ ശാസിക്കുന്നുണ്ട്. നീ ഏതാത്മാവിനാലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് വേദഭാഗത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സൗമ്യതയുടെ ഭാവം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ജയിക്കുവാൻ വാക്കുകളുണ്ട്, നമുക്ക് അവിടെ ജയിക്കുവാനുള്ള സന്ദർഭമുണ്ട്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റു ചെയ്തിട്ടും മിണ്ടാതിരിക്കുന്നത് ഭയപ്പെട്ടിരിക്കുകയാണെന്ന്, അത് സൗമ്യതയല്ല. നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. യേശു ഇവിടെ നിൽക്കുന്നത് പൂർണ്ണ പെർഫെക്റ്റ് ആയിട്ടാണ്, ഒരു തെറ്റുമില്ലാത്ത ദൈവത്തിന്റെ പുത്രനായി നിൽക്കുകയാണ്. എന്നാൽ തിരുവഴുത്ത് നിവർത്തി വരണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ ദൈവപ്രസാദം നടക്കണമെങ്കിൽ, ദൈവഹിതം നടക്കണമെങ്കിൽ മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുവാൻ കഴിയാം. കൺട്രോൾ ചെയ്തൊരു ജീവിതം നമുക്കുണ്ടാകുന്നതാണ് സൗമ്യത എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെപ്പോഴും സംസാരിക്കേണ്ടതിന് പെട്ടെന്ന് സംസാരിക്കണം. ഈ സൗമ്യത വളരെ ക്ഷമയുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. സ്വത്രം. സൗമ്യത ഉള്ളവർക്ക് ക്ഷമ ഉണ്ടാകും. സ്വത്രം. ക്ഷമ, സഹനം, അല്ലെങ്കിൽ ശാന്തത, താഴ്മ എന്നതൊക്കെ ചേർന്ന് വരുന്ന ഒരു ഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സ്വത്രം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതാണ്. എനിക്ക് സൗമ്യത ഉണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാകത്തില്ല, അത് മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകും എനിക്ക് സൗമ്യത ഉണ്ടോ എന്ന്. സ്വത്രം. അങ്ങനെ സൗമ്യതയിലേക്കാണ് യേശുവിന്റെ സൗമ്യത. അത്രത്തോളം അലറി വേദനിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കടന്നു പോയിട്ടും യേശുവിന്റെ സൗമ്യതയ്ക്ക് ഒരു ഭംഗവും വന്നില്ല. സ്വത്രം. തനിക്ക് ന്യായമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സമയത്തും യേശു വളരെ കൺട്രോൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് യേശു സൗമ്യനാണ് എന്ന് പറയുന്ന ഒരു ഭാഗം ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ. നമുക്ക് അറിയാവുന്ന വേദഭാഗങ്ങളാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. സ്വത്രം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ യേശു താഴ്മയുള്ളവനും സൗമ്യനുമാണെന്ന് യേശു കർത്താവ് സംസാരിക്കുന്നുണ്ട്. സ്വത്രം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-30 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പരീശന്മാരും ന്യായശാസ്ത്രിമാരും മനുഷ്യർക്ക് കഴിയുവാൻ കഴിയാത്ത ഭാരത്തെ മനുഷ്യന്റെ മുന്നിൽ എടുത്തു വെക്കുന്നു. അതിനെ സാധാരണ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റില്ല. എന്നാൽ യേശു കർത്താവോട് പറയുകയാണ്, ഭാരം പേറി നടക്കുന്ന മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. എന്തുകൊണ്ട് എന്നിരിക്കുക? ഞാൻ താഴ്മയുള്ളവനാണ്,
ഞാൻ സൗമ്യതയുള്ളവനാണ്, ഞാൻ വിനയമുള്ളവനാണ്, എനിക്ക് നിങ്ങളെ സഹിക്കാൻ കഴിയും, എനിക്ക് നിങ്ങളെ പൊറുക്കാൻ കഴിയും, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള ക്ഷമയുള്ളവരാണ് നമ്മൾ. നമുക്ക് പലപ്പോഴും സൗമ്യതയുള്ളവരാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപാട് നോക്കിയാൽ മതി. സ്വത്രം. നമ്മളൊക്കെ സത്യത്തിൽ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണെന്ന്, പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. സ്തോത്രം. സൗമ്യത എന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഇത് ഭയങ്കര ചലഞ്ചാണ്. സ്തോത്രം. കർത്താവ് നമ്മളോട് ധരിക്കാൻ പറയുന്ന സ്വഭാവം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. എല്ലാ ദിവസവും സൗമ്യത കാണിക്കാനുള്ള അവസരം ദൈവം കൊണ്ടിട്ട് വരും. സ്വത്രം. നമ്മൾ എത്ര പറഞ്ഞിട്ടും അനുസരിക്കാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തലമുറ തന്നെ ആയിരിക്കും, ഒരുപക്ഷെ അയൽക്കാരൻ തന്നെ ആയിരിക്കും, ദൈവം നമ്മളിങ്ങനെ കൊണ്ടുവരും. സ്വത്രം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. സ്വത്രം. അവിടെയൊക്കെ ക്രിസ്തുവിനെ ധരിക്കുവാനാ, സൗമ്യത ധരിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെ നീതിന്യായവും വെളിപ്പെടുത്തുന്ന അവസരങ്ങളായി നമ്മൾ മാറ്റുകയാണ്. സ്വത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചൂടാകുന്നത് കൺട്രോളായി പോകും, നമുക്ക് പറ്റാതെ വരും. സ്വത്രം. ഇത് ഒരിക്കൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ക്രിസ്തുവിന്റെ പുറകെ നമ്മൾ തിമോത്തിയോസ് ലേഖനത്തിൽ വായിച്ചതുപോലെ, അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. സ്വത്രം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. യേശു ആരാണെന്നുള്ള ആഴത്തിലുള്ള അറിവുകളാണ് നമുക്ക് ഈ ലോകത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് കുഞ്ഞിന്റെ തെറ്റല്ല, എനിക്ക് സൗമ്യത ഇല്ലാത്തതാണ് കുഴപ്പമെന്ന്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളോളം എത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നത് നിർത്തും, നമ്മുടെ കുടുംബത്തെ കുറ്റം പറയുന്നത് നിർത്തും, നമ്മുടെ അയൽക്കാരെ കുറ്റപ്പെടുന്നത് നിർത്തും. പിന്നെ എന്ത് പറയും? കർത്താവേ, നിനക്ക് എങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൗമ്യതയോടെ ഇടപെടാൻ കഴിഞ്ഞു? എനിക്ക് എങ്ങനെ പറ്റുന്നില്ലല്ലോ. നമ്മൾ പഴിക്കുന്നതെല്ലാം നിർത്തും. എപ്പോൾ നിർത്തും? ക്രിസ്തു ആരാണെന്നറിഞ്ഞാൽ. ക്രിസ്തു നമ്മൾ പോകുന്നതിലും ആ വലിയ ആഴത്തിൽ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയിട്ടാണ് യേശു പറഞ്ഞത്, എന്നെ നിങ്ങൾ അനുഗമിക്കുക, എന്നെ നിങ്ങൾ അനുഗമിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. സ്തോത്രം. ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ വിനയമുള്ളവനാണ്, ഞാൻ സൗമ്യതയുള്ളവനാണ്. സ്തോത്രം. ക്രിസ്തുവിൽ നിന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോകത്തിലെ ആരുടെയെങ്കിലും താഴ്മയോ സൗമ്യതയോ ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഒരു ലോക വ്യക്തിയാണ് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നതെങ്കിൽ സൗമ്യത എന്നത് പെർഫെക്ഷനിൽ നമുക്ക് ലോകത്തിൽ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ കാണാൻ കഴിയത്തില്ല. അബ്രഹാമിലല്ല, പൗലോസിലല്ല, ആരിലും കാണാൻ കഴിയത്തില്ല. സ്വത്രം. എന്നാൽ അതിൽ പെർഫെക്റ്റ് ആയിരുന്നത് കേവലം യേശു കർത്താവ് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണെന്ന്. സ്തോത്രം. കാരണം പൂർണ്ണരായ ഒരുവൻ മാത്രമേ ഈ ലോകത്തിൽ വെളിപ്പെട്ടു വന്നിട്ടുള്ളൂ. ആ പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും കർത്താവ് പറയുകയാണ്. സ്തോത്രം. എൻ്റെ സൗമ്യത നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുന്നവനാണ്. എൻ്റെ നുകം, എൻ്റെ ഡിസിപ്ലിനിലേക്ക്, എൻ്റെ നുകത്തിലേക്ക്, എൻ്റെ ഡിസൈപ്പിൾഷിപ്പിലേക്ക്, എൻ്റെ ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. എൻ്റെ നുകം ലഘുവാണ്. സ്തോത്രം. ഞാൻ സോഫ്റ്റ് ആണ്. സ്തോത്രം. യേശു കർത്താവ് സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ സൗമ്യത ഉള്ളവരാണെങ്കിൽ സോഫ്റ്റ് ആയിരിക്കാം. ചിലപ്പം ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ വളരെ ഹാർഡായിട്ടാണ് ഇടപെടുന്നത്. അതൊക്കെ വലിയ ഒരു ക്രെഡിറ്റ് പോലെയാണ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പലപ്പോഴും അറിവില്ലാതെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വളരെ ഹാർഡാണെന്ന് പറയുന്നത്. സ്വത്രം. അത് സത്യത്തിൽ സംഭവിക്കുക, നമ്മൾ പുതിയ ജനനം സംഭവിച്ചു എന്ന് നമ്മൾ മറന്നു പോകുക. ഞാൻ അന്ന് 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ഇന്നും പുതുജനനം പ്രാപിച്ചിട്ട് ജീവിക്കുന്നത് നമ്മുടെ സാധാരണ മാതാപിതാക്കളുടെ സ്വഭാവത്തിലാണ്. എന്നിട്ട് നമ്മൾ പാരമ്പര്യമായി പാസ്റ്ററെ ഞങ്ങൾ കോപമുള്ളവരാണ്. അതൊരു നിഗളത്തിന്റെ ഒരു ഭാവമല്ല, അതൊരു കഴിവുകേടായിട്ടാണ് ബൈബിൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ക്രിസ്തുവിൽ പുതിയ ജനനം പ്രാപിച്ചവരാണ്. ഇനി ആ പഴയ സ്വഭാവത്തിൽ ആണ് എന്ന് നമ്മൾ വലിയ കാര്യം പറയേണ്ടതായിട്ട് ആവശ്യമില്ല. അതാണല്ലോ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ സ്വഭാവത്തിൽ നിന്നും കർത്താവ് നമ്മളെ തന്റെ രക്തത്താൽ വീണ്ടും ജനിപ്പിച്ചു. ഇനി വീണ്ടും ജനിപ്പിച്ച ക്രിസ്തുവിങ്കിലേക്കാണ് നമ്മളെ വിളിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത്. സ്വത്രം. എന്നാൽ അതിലേക്കാണ് വിളിച്ചതെന്നുള്ള ബോധ്യമില്ലാതെ തന്നെയാണ് നമ്മൾ ഉയർച്ച പറയുന്നത് പോലെ പറയുന്നത്. ഞങ്ങൾ പാരമ്പര്യമായി കോപിക്കുന്നവരാണ്. സ്വത്രം. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, പാരമ്പര്യമായി നമ്മൾ എന്തായിരുന്നെന്നല്ല, നമ്മുടെ യഥാർത്ഥ പാരമ്പര്യം കിടക്കുന്നത് ക്രൂശിലാണ്. സ്തോത്രം. സ്തോത്രം. ക്രൂശിൽ കൂടി നമുക്കൊരു പുതുജനനം സംഭവിച്ചു. ആ പുതുജനനത്തിൽ കൂടി ക്രിസ്തുവിനെ, നമ്മുടെ പിതാവിനെ, യഥാർത്ഥ സ്വർഗത്തിലെ അപ്പച്ചനെ നമ്മൾ ധരിക്കുകയാണ്. സ്തോത്രം. ആ ധരിക്കുന്ന വഴിയിൽ ക്രിസ്തുവിന്റെ പുറകെയാണ് പോകുന്നത്. നമ്മുടെ പപ്പ പോയ വഴിയിലല്ല നമ്മൾ പോകുന്നത്, നമ്മുടെ മമ്മി പോയ വഴിയിലല്ല, നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ പോയ വഴിയിലല്ല, നമ്മുടെ കുടുംബ മഹത്വക്കൾ പറയുന്ന ആ സാഹചര്യത്തിലേക്കല്ല
നമുക്ക് ഉയർച്ച പറയുവാൻ ക്രൂശിലല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ നമ്മൾ പോകുമ്പോഴാ നമ്മൾ സൗമ്യരായി അഭിനയിക്കുകയല്ല, നമ്മൾ സൗമ്യരായി തീരുന്നത്. സ്തോത്രം. ഇത്രത്തോളം കാര്യങ്ങൾ നിങ്ങളോളം എത്തിയെന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ സോഫ്റ്റ് ആയി തീരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടും. സ്തോത്രം. പിന്നീട് നമുക്ക് യേശുവിന്റെ ഭാവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ, ക്രൂശിക്കപ്പെടുന്ന സമയത്ത് യേശുവിന്റെ സ്വഭാവത്തെ നോക്കിയാൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്രയോ പ്രാവശ്യം യേശുവിനെ വേണമെങ്കിൽ സംസാരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഹെരോദ രാജാവിന്റെ മുന്നിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, അവസാന ഭാഗത്തിൽ യേശു കർത്താവിനെ കൊണ്ടുവരുന്ന ഒരു ഭാഗമുണ്ടല്ലോ. സ്തോത്രം. അദ്ദേഹത്തെ വളരെ ലജ്ജിപ്പിച്ചു വിടുന്ന അല്ലെങ്കിൽ കളിയാക്കി വിടുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? അതെ, 23-ാമത്തെ അധ്യായം അതിന്റെ 8, 9, 10, 11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 8, 9, 10, 11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. ഏറിയന് ചോദിച്ചിട്ടും അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ഹെരോദാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. ആമേൻ. അതിന് 22-ാമത്തെ അധ്യായത്തിലുമുണ്ട് 63-ാമത്തെ വാക്യം. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണ് കെട്ടി തല്ലി, പ്രവചിക്ക, നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചു, മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു. സ്തോത്രം. ഈ സാഹചര്യത്തിലൊക്കെ യേശുവിന്റെ ഭാവം ഒന്ന് നോക്കണേ. പൂർണ്ണ സൗമ്യത വെളിപ്പെടുക. നമുക്ക് ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ജസ്റ്റ് ആരെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ ഒന്ന് ചിരിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാം മാറിപ്പോകും. സ്തോത്രം. ആമേൻ. നമ്മളോട് എന്നും ചിരിക്കുന്ന ഒരു പാസ്റ്റർ തിരക്കിനിടയിൽ ജെയ്മസിക്ക് അല്ലെങ്കിൽ പ്രൈസലോടൊന്ന് ശാലോം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഉടനെ വിഷമമാകും. സ്തോത്രം. എന്നിട്ട് യേശുവിനെ ഈ ലോകം ചെയ്തത് നോക്കിയേ. അതൊന്നും നമുക്ക് ജീവിതത്തിൽ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ആമേൻ, അങ്ങനെ ഉള്ള യേശുവിനെ നമ്മൾ പിന്തുടരുന്നത്. സ്തോത്രം. അവർ നിസ്സാരരാക്കി കളഞ്ഞു. നമുക്ക് കേവലം കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ട് അവരെന്നെ കൊച്ചാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കൊച്ചായിട്ടില്ല, താഴ്മ നമ്മളിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചാക്കി എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ താഴ്മയുള്ളവരാണെങ്കിൽ പിന്നെങ്ങനെയാണ് നമുക്ക് ഒരാൾ കൊച്ചാക്കാൻ പറ്റുന്നത്? സ്വത്രം. താഴ്മയും സൗമ്യതയും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുവാൻ ഒരു പക്ഷേ അല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം. കാരണം കർത്താവ് പോയ വഴിയില ദൈവം നമ്മളെ നയിക്കുന്നത്. ഇത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. സ്വത്രം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതം നാളെ മുതൽ, രക്ഷിക്കപ്പെട്ട പിറ്റേ ദിവസം മുതൽ പട്ടുമെത്തയല്ല എന്ന് പല പ്രസംഗങ്ങളിൽ കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിനകത്ത് അത് കയറുന്നില്ല. സ്വത്രം. നമ്മൾ പിന്നെയും ചിന്തിക്കുന്നത് ആമേൻ, മറ്റുള്ളവരെന്നെ സ്തുതിച്ചു പറയണം, മറ്റുള്ളവരെന്നെ അക്സെപ്റ്റ് ചെയ്യണം, മറ്റുള്ളവരെന്നെ ഉയർത്തി പറയണം, മറ്റുള്ളവരെന്നെ കൊള്ളാമെന്ന് പറയണം. ഇല്ല, അങ്ങനെ പറയില്ല. കാരണം നമ്മൾ ലോക മനുഷ്യരല്ല. സ്വത്രം. അതുകൊണ്ട് സൗമ്യതയുടെ ഭാവം വെളിപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആളുകൾ എന്നെ കളിയാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. സ്വത്രം. ലോകം നമ്മളെ കളിയാക്കും. കാരണം നാഥന് മുൾമുടി നൽകിയ ലോകത്തിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അയൽക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. സ്വത്രം. അവൻ ഇവിടെ പറയുന്നത് പോലെ വളരെ മോശമായ യേശുവിനെ ചിത്രീകരിക്കുന്നു. അവൻ ഒരു മനുഷ്യനെ എത്രത്തോളം ടോർച്ചർ ചെയ്യാമോ യേശു നോക്കിയേ. യേശു എല്ലാം തികഞ്ഞവനാണ്. സ്വത്രം. പെർഫെക്റ്റ് ആയ വ്യക്തിയാണ്. സ്വത്രം. നമ്മുടെ ലൈഫിൽ ചിലപ്പം അവർ ചെയ്യുന്ന തെറ്റ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും വാദിക്കുന്നത്. സ്വത്രം. നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റഡ് ആകുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ഭാവത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ഭാവത്തിലാണ് വരേണ്ടതെന്നാണ് ഈ വചനത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും മിണ്ടാതിരിക്കാൻ കഴിയണം. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നാളെ ഞാൻ നോക്കട്ടെ, ഒരവസരം വരും എന്നുള്ള മിണ്ടാതിരിക്കലല്ല. യേശു ഇവിടെ മിണ്ടാതിരിക്കുന്നത് സൗമ്യതയിലാണ്. സ്വത്രം. താഴ്മയിലാണ്. അവിടെ തനിക്ക് കോപം ജനിച്ചിട്ടല്ല. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കോപം വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതല്ല. കർത്താവ് മിണ്ടാതിരിക്കുകയാണ്. നമ്മളെല്ലാം ശരിയാണെന്ന് തെളിയിക്കാൻ പോകണ്ട. ലോകം മനസ്സിലാകാത്തവരുടെ നടുവിൽ അതിനുവേണ്ടി സമയം നമ്മൾ കളയുവാനും പോകണ്ട. കർത്താവിന്
കർത്താവിന്റെ പുറകെ പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ പെട്ടെന്ന് ദേഷിക്കുന്ന അനുഭവം, ദേഷിക്കപ്പെടാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ദേഷിക്കപ്പെടുന്നെങ്കിൽ അവർ എന്താ തെറ്റ് ചെയ്തേ എന്നോർത്തല്ല ദുഃഖിക്കേണ്ടത്, ഞാൻ എന്താ കർത്താവെ ദേഷ്യപ്പെട്ടു പോയത്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ആമേൻ. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരേണ്ട ഒരു അവസ്ഥ, സൗമ്യത ഉള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരത്തില്ല. സ്തോത്രം. ആമേൻ. അവർ കൺട്രോൾഡ് ആയിരിക്കും. സ്തോത്രം. നമുക്ക് പറയുന്നത് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ പാസ്റ്ററെ ഞാൻ അങ്ങനെ ചൂടായത്. സ്തോത്രം. ഞാൻ ഇത്രത്തോളം സഹായിച്ച വ്യക്തിയല്ലേ എന്നിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മളതിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ സൗമ്യതയിലേക്ക് ഒരിക്കലും വളരാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന വ്യക്തി എന്താ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ യേശു ഇതിനേക്കാൾ കഠിനമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയിട്ടും മിണ്ടാതിരുന്നില്ലേ? പിന്നെ എന്താണ് എനിക്ക് പറ്റാ കർത്താവേ? അങ്ങനെ ഒരു നുറുക്കത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ആമേൻ കൊരിന്ത്യ ലേഖനത്തിലാണെന്നൊന്ന് പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയോടെ നിങ്ങളോട് സംസാരിക്കുന്നു. അതെ, പൗലോസിന് സൗമ്യതയുടെ ഭാവത്തിൽ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സൗമ്യതയിലേക്ക് യേശു നമ്മളെ വിളിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് വരികയില്ല. പക്ഷെ ഇന്നു മുതൽ നമ്മളത് മനസ്സിലാക്കണം. നമുക്ക് പെട്ടെന്ന് കോപിക്കുവാൻ ഇന്ന് രാത്രി ഒരു പക്ഷേ അവസരം വരും. പെട്ടെന്ന് ഓർത്തോണം, അയ്യോ എനിക്ക് സൗമ്യത ഇല്ലാതായിപ്പോയി, എനിക്ക് സൗമ്യത ഇല്ലെന്ന് മനസ്സിലായി. നമുക്ക് അപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് അല്ലെന്നും കർത്താവ് എത്രയോ പെർഫെക്റ്റ് ആയിരുന്നു 33 വർഷത്തെ ജീവിതമെന്നും നമുക്ക് ബോധ്യമായി നമ്മൾ തകരുന്നത്. അല്ലാതെ നമ്മളോട് കോപിച്ച വ്യക്തിയോ കോപത്തിന് ഇടയാക്കിയ സാഹചര്യത്തെയോ പഴി പറയുകയല്ല, നമുക്കെന്തുകൊണ്ട് സൗമ്യത വന്നില്ല എന്നതായിരിക്കും നമ്മളുടെ ദുഃഖം. സ്തോത്രം. ആമേൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന സൗമ്യതയുടെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ഞാനത് മുമ്പേ പറഞ്ഞതാണ്. സ്തോത്രം. നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം, ഞാൻ ജസ്റ്റ് മുമ്പേ പറഞ്ഞ പൗലോസിന്റെ ആ ഭാഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ ക്ഷമിക്കുവാൻ കഴിയും. സ്തോത്രം. അതെ, വായിച്ചാട്ടെ. നിങ്ങളുടെ സമക്ഷത്തിൽ താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യെസ്, അതെ. അവർ പൗലോസിനെ അംഗീകരിക്കുന്നില്ല. കൊരിന്ത്യ സഭ പൗലോസിനെ അംഗീകരിക്കുന്നില്ല. കൊരിന്ത്യ സഭ പൗലോസിനെ അംഗീകരിക്കാതിരുന്നിട്ടും പൗലോസ് അവർ കാണിക്കുന്ന സ്വഭാവത്തോടെയല്ല സംസാരിക്കുന്നത്. പൗലോസിനെ കൊരിന്ത്യ സഭ എങ്ങനെ കണ്ടു എന്ന് നമുക്കറിയാം. ഞാൻ അതിന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. വളരെ താഴ്ന്ന രീതിയിലാണ് പൗലോസിനെ കണ്ടിരുന്നത്. നമ്മൾ ഇന്ന് പൗലോസിന് എന്ന് പറഞ്ഞ് മഹത്വം കൊടുക്കുന്നെങ്കിലും കൊരിന്ത്യ സഭ അപ്പോസ്തലൻ എന്ന് പോലും കണ്ടിരുന്നില്ല. സ്തോത്രം. ആമേൻ. അന്നത്തെ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞതാണ്, യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഭൂരിപക്ഷം ആളുകളും മാനിച്ചിരുന്നില്ല. പൗലോസിനും താൻ സ്ഥാപിച്ച സഭകളിൽ നിന്ന് പോലും അവഗണന നേരിട്ട ഒരു മനുഷ്യനാണ്. നമ്മൾ ഇന്ന് പൗലോസ് എന്ന് പറഞ്ഞ് ഉയർത്തി പറയുന്നതിൽ അന്ന് പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് അത്രത്തോളം ഒന്നും മാനിക്കപ്പെട്ട വ്യക്തിയല്ല സഭയുടെ അകത്തു പോലും പൗലോസ്. സ്തോത്രം. അങ്ങനെ ആയിരുന്ന ഒരു സഭയാണ് കൊരിന്ത്യ സഭ. പക്ഷെ പൗലോസ് അവരോട് സംസാരിക്കുമ്പോൾ കൊരിന്ത്യ സഭയുടെ ഭാവനയും കൊരിന്ത്യ സഭയുടെ സ്വഭാവത്തിലും അല്ല പൗലോസ് സംസാരിക്കുന്നത്. പൗലോസ് സംസാരിക്കുന്നത് എന്താണ് അവിടെ പറയുന്നത്? പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ ലാംഗ്വേജ് എനിക്ക് പറ്റില്ല എന്നാണ് പൗലോസിനോട് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ എന്നോട് ഇടപെടുന്നത് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇടപെടാൻ പറ്റത്തില്ല. നമ്മുടെ അയൽക്കാർ നമ്മളോട് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ അറിയാതെ അതിൽ വീഴുമ്പോൾ നമ്മൾ അങ്ങനെ എന്നിട്ട് പറയും, ഞാൻ അങ്ങനെയല്ല. പൗലോസിനോട് തങ്ങൾ എതിർത്ത് സംസാരിക്കുകയും ഒരു മനുഷ്യനെ എത്രത്തോളം താഴ്ത്താമോ അത്രത്തോളം കൊരിന്ത്യ സഭ താഴ്ത്തി. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊരിന്ത്യ ലേഖനത്തിൽ ഉടനീളം പൗലോസിന്റെ ജീവിതത്തെ പൗലോസ് തന്നെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. എന്നാൽ പൗലോസ് പറയാം, ഞാൻ ക്രിസ്തുവിന്റെ, എൻ്റെ അല്ല, എനിക്ക് ആ സൗമ്യതയില്ല, എനിക്ക് ആ ശാന്തതയില്ല. ഞാൻ വളരെ ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ളവനായിരുന്നു. സ്തോത്രം. ന്യായപ്രമാണം സംബന്ധിച്ച് ഭയങ്കര കാന്തിയുള്ളവനായിരുന്നു. അതുകൊണ്ട് ഞാൻ സഭയെ മുടിച്ചവനാണ്, എനിക്ക് ഭയങ്കര എരിവുള്ളവനാണ്. പക്ഷെ ഞാൻ ക്രിസ്തുവിന്റെ പുറകിലേക്ക് പോയപ്പോൾ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച ആ വേദഭാഗത്തിന് നമ്മൾ അങ്ങനെ വായിച്ചത്. സ്തോത്രം. ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന് 1-ഉം 2 വാക്യങ്ങൾ 1 മിനിറ്റ്. രണ്ട് കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം. നിങ്ങളുടെ സമക്ഷത്തിൽ താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു.
ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുതു എന്ന് അപേക്ഷിക്കുന്നു. അതെ, ദൈവസന്നിധിയിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ സ്വഭാവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളോളം എത്തുന്നു എന്ന് വിശ്വസിക്കുകയാണ് സ്വതന്ത്രം. മറ്റുള്ളവർ എന്നെ എന്ത് സംസാരിച്ചു എന്നുള്ളതല്ല, നമ്മളിൽ സൗമ്യതയുടെ ഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന ഭാവത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ വ്യക്തമായി ആശ്വസിക്കാൻ കഴിയും. ഈ വചനം വ്യക്തമായി നമ്മുടെ ഹൃദയത്തിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ആരെക്കുറിച്ചും കുറ്റം പറയത്തില്ല. പിന്നെ സ്തോത്രം, നമ്മളിലേക്ക് നോക്കും സ്തോത്രം. എന്നിട്ട് നമ്മളുടെ ഇല്ലായ്മകൾ, നമ്മുടെ താഴ്മയില്ലായ്മയും നമ്മുടെ മനസ്സലിവില്ലായ്മയും നമുക്കെന്തുകൊണ്ട് ഒരു വിഷക്കാരൻ കടന്നു വന്നപ്പോൾ നമുക്ക് മനസ്സലിവില്ലായിരുന്നു എന്ന് വ്യക്തമായി ദൈവം ബോധ്യമാക്കി തന്നു, അല്ലെ? ഒരു 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 മനുഷ്യൻ നമ്മുടെ അടുത്ത് ആവശ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ കനിവും ദൈവം ഒന്നും വരുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ പറയുകയാണ് രാവിലെ വന്നിരിക്കാൻ. അങ്ങനെയല്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്ക് മനസ്സലിവില്ല, എനിക്ക് ദയയില്ല. അത് നമ്മൾ സമ്മതിക്കേണ്ടതിന് പകരം നമ്മൾ എക്സ്ക്യൂസ് പറയുകയാണ്, നമ്മൾ അതിനെ ന്യായീകരിക്കുകയാണ്. എന്നാൽ ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ ഒത്തിരി ഇനി കർത്താവിനോളം വളരേണ്ടതായിട്ടുണ്ടെന്നും ഇനി കർത്താവിനോളം നമ്മൾ അടുക്കേണ്ടതായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അവകാശത്തെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് തയ്യാറാകുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ ആ സൗമ്യതയുടെ ഭാവം പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്ന താഴ്മയും സൗമ്യതയും വ്യക്തമാക്കി ക്രിസ്തുവിന്റെ വരച്ച് കാണിച്ചിരിക്കുന്ന ലേഖനമായ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വേദഭാഗങ്ങളിൽ നമുക്ക് ഈ സൗമ്യതയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ കാണാൻ കഴിയും. വേഗത്തിൽ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. 4-5 വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. യെസ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഇത് നമുക്ക് തൊട്ട് മേളിലത്തെ ഭാഗത്ത് 2 സഹോദരിമാരെ പറ്റി പറയുകയാണ്. ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിക്കാൻ ഞാൻ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു പക്ഷേ ദൈവവേലയിൽ ശക്തമായി പ്രയോജനപ്പെട്ടത് കൊണ്ട് 2 പേരും തമ്മിൽ ചിലപ്പോൾ വലിപ്പ ചെറുപ്പത്തിന്റെ കുഴപ്പം കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഫിലിപ്പിയ ലേഖനത്തിന് മൊത്തത്തിലുള്ള ഒരു ഉപദേശം കൊണ്ടുവരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അത് വരാൻ തന്നെയാണ് സാധ്യത. സ്തോത്രം. താഴ്മയുടെ ഭാവം ധരിക്കുവാൻ, സൗമ്യതയുടെ ഭാവം ധരിക്കുവാൻ കഴിവില്ലാത്ത 2 ശുശ്രൂഷക്കാരത്തികളെ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ 2 പേരും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരായതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് ലഭിക്കേണ്ട ബഹുമാനത്തിൽ 2 പേർക്കും ബുദ്ധിമുട്ട് കാണും. ഇവർക്ക് കൂടുതൽ ആദരവ് ലഭിക്കുന്നു, മറ്റുള്ളവർക്ക് കുറച്ച് ആദരവ് ലഭിക്കുന്നു. അതിൽ ബുദ്ധിമുട്ട് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ സൗമ്യത മറ്റുള്ളവർ, എനിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സൗമ്യത മറ്റുള്ളവർ അറിയുമ്പോൾ, സൗമ്യത കൂടുതലുള്ള വ്യക്തി അല്ലെങ്കിൽ ക്രിസ്തുവിനോളം അടുത്തിരിക്കുന്ന സൗമ്യതയിൽ സൗമ്യതയുടെ പുറകെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തങ്ങളുടെ പൊസിഷൻ ഒരു വിഷയമല്ല. സ്വത്രം. മറ്റൊരാള് നേടിയോട്ടെ എന്ന് തോന്നും. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇന്ന് ആത്മീക ഗോളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും യേശുവിന്റെ പുറകെ പോകാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോറ്റുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല, മറ്റുള്ളവനേക്കാൾ ഉയർന്നവരാണ് എന്ന് ചിന്ത. സഭകളിൽ നോക്കിയാലും ഒരാന്റിക്ക് പാട്ടുപാടാൻ കഴിവുണ്ട്, മറ്റൊരു ആന്റിക്ക് പ്രവചനപരമുണ്ട്, അല്ലെങ്കിൽ വേറൊരു ആന്റി സഭയുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിവുണ്ട്. അവർ പരസ്പരം വലിയ വിഷയമാണ്. സ്വത്രം. പലപ്പോഴും സഹോദരന്മാരും അങ്ങനെ വരാറുണ്ട്. അവർക്ക് പരസ്പരം തോറ്റുകൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് താഴ്മ ധരിക്കുവാൻ കഴിയുന്നില്ല, സൗമ്യതയുടെ ഭാവം ധരിക്കുവാൻ കഴിയുന്നില്ല. എത്രയോ സഭകളാണെന്നറിയാമോ അങ്ങനെയുള്ളത് നിമിത്തം വേദനിക്കപ്പെടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത്, എന്നിട്ട് പാസ്റ്റർ എന്നെ മറന്നുപോയോ? അതെ, നമ്മുടെ ലൈഫിൽ സൗമ്യത സകലരും അറിയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സൗമ്യത എന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സ്വഭാവമാണ്. സ്വത്രം. നമ്മൾ സൗമ്യത ഉള്ളവരാണെന്ന് ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വഴിയിൽ നമുക്കുണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി അവിടെയും ക്രിസ്തുവിനെ ധരിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തമായിട്ട് ഇടയാക്കട്ടെ. സ്വത്രം. അത് നിങ്ങളോളം എത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വത്രം. ഫിലിപ്പിയ ലേഖനം മുഴുവൻ പറയുന്നത് സൗമ്യതയാണ്, ക്രിസ്തുവിന്റെ ഭാവമാണ്. ആ സൗമ്യതയാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, പൗലോസ് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തിന്റെ നീതിയല്ല
ക്രിസ്തുവിനെ പിടിക്കാമോ എന്ന് വെച്ചോടുകയാണ്. നമുക്കിതുവരെ താഴാൻ കഴിഞ്ഞിട്ടില്ല ദൈവമക്കളെ, അത് സമ്മതിക്കണം. നമുക്കിതുവരെ സൗമ്യത ഉള്ളവരാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കണം. ആമേൻ. നമുക്കിതുവരെ സൗമ്യത മറ്റുള്ളവരെ കാണിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദുഃഖകരമായ സത്യം നമ്മുടെ ലൈഫിൽ പലപ്പോഴും വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അങ്ങ് സമ്മതിക്കണം. സ്തോത്രം. ആ സൗമ്യത കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും താഴ്മ പോലെ നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്ററെ അല്ലെങ്കിൽ ദൈവദാസനെ അല്ലെങ്കിൽ ബ്രദറെ, ആമേൻ, സൗമ്യതയോടെ നമ്മൾ ജീവിച്ചാൽ ലോകം നമ്മളെ എപ്പോഴും ചൂഷണം ചെയ്യത്തില്ലേ? അതെ, ഞാൻ പ്രസംഗത്തിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ സൗമ്യതയുള്ളവരെ അല്പസമയത്തേക്ക് ഒരുപക്ഷെ ആമേൻ ആളുകൾ കളിയാക്കിയെന്ന് വരാം. സ്തോത്രം. ആളുകൾ കളിയാക്കിയെന്ന് വരാം. പക്ഷെ അതിനകത്ത് ആമേൻ നമ്മൾ ഒരിടത്ത് സൗമ്യനായി ഇടപെട്ടത് കൊണ്ട് ആമേൻ നമ്മളെ ദൈവം കൈവിടുന്നില്ല കേട്ടോ. സ്തോത്രം. നമ്മൾ ഒരിടത്ത് സൗമ്യതയായിട്ട് മിണ്ടാതിരുന്നു ആമേൻ എന്നത് കൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗം സംസാരിക്കാതിരിക്കുന്നില്ല. നമ്മൾ സൗമ്യതയായിട്ടിരുന്നാട്ടെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്വർഗമുണ്ട്. സ്തോത്രം. അതിൽ നമ്മൾ ടെൻഷൻ ആവണ്ട. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം ആമേൻ മോശയെപ്പറ്റി ഞാനത് വിശദീകരിക്കുന്നില്ല. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. മോശയെപ്പറ്റി ദൈവം പറയുന്നതാണ് ലോകത്തിൽ ഏറ്റവും വലിയ സൗമ്യനായിരുന്നു, അന്നത്തെ ആളുകളുടെ ഏറ്റവും സൗമ്യനായിരുന്നു മോശയെന്ന് ദൈവം തന്നെ സാക്ഷീകരിക്കുന്നുണ്ട്. അത് എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? ആമേൻ തന്നെ കുറ്റപ്പെടുത്തി ആമേൻ കൂശ്യ സ്ത്രീയെ ആമേൻ ചേർത്തുകൊണ്ടും ഒപ്പം ആമേൻ തന്റെ കുടുംബത്തെ ചേർത്തുകൊണ്ടും ഒപ്പം ആമേൻ തന്നോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ എന്നുള്ള, ഞങ്ങളോട് ആരോടും ദൈവം സംസാരിക്കത്തില്ല, ദൈവം ആക്കി വെച്ചതിനെതിരായി തനിക്കെതിരെ സംസാരിച്ച സമയത്ത് മോശ ഒന്നും മിണ്ടിയില്ല. ആ സമയത്താണ് ആമേൻ ദൈവം പറയുന്നത്, എന്താണ് പറയുന്നത്? മോശ ആമേൻ സകലരെക്കാളിലും ഏറ്റവും ലോകത്തിലുള്ളവരെക്കാൾ എല്ലാവരെക്കാളും സൗമ്യനായിരുന്നു എന്ന്. എന്നാൽ ആ കഥ അവിടം കൊണ്ട് അവസാനിക്കുകയല്ല. താഴേക്ക് ദൈവം അതിൽ ഇടപെടുന്നുണ്ട്. സ്തോത്രം. നമ്മൾ സൗമ്യതയോടെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു നഷ്ടവും വരുത്തത്തില്ല. കാരണം നമ്മൾ പോകുന്നത് ക്രിസ്തുവിന്റെ പുറകെയാണെങ്കിൽ നമ്മളിൽ ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുന്ന വഴിയിൽ നമ്മുടെ ലൈഫിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന് തോന്നുന്നതൊന്നും നഷ്ടമല്ല. നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ബാക്കി കർത്താവ് നോക്കിക്കൊള്ളും. സ്തോത്രം. നമ്മൾ പിശാചും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മളോട് പറയും, അവിടെ നമ്മൾ മിണ്ടാതിരിക്കരുത്, അവിടെ നമ്മൾ സംസാരിക്കണം, അവിടെ നമ്മൾ ഇടപെടണം, അവിടെ നമ്മൾ തോറ്റുകൊടുക്കരുത്. ഇതൊക്കെ ലോകത്തിന്റെ ബുദ്ധിയാണ്, ലോകത്തിന്റെ ജ്ഞാനമാണ്. എന്നാൽ ആ ജ്ഞാനത്തിനനുസരിച്ചല്ല ഒരു ദൈവവിധൽ സഞ്ചരിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ജ്ഞാനത്തിനനുസരിച്ച് സൗമ്യത ഉള്ളവരായി ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. സൗമ്യത എന്ന് പറയുന്നത് ഒന്നും മിണ്ടാത്തൊരവസ്ഥയല്ല. സ്തോത്രം. യേശു കർത്താവിന്റെയും മോശയുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം തന്റെ ലൈഫിൽ ഇടപെടേണ്ട സാഹചര്യങ്ങളിൽ ശക്തമായി മോശ സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിന്റെ ജീവിതത്തിൽ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ സഭ അല്ലെങ്കിൽ ആലയം ദൈവത്തിനെതിരായി തീർന്ന സമയത്ത്, ആലയത്തിനകത്ത് കച്ചവടം കൊണ്ടുവന്ന സമയത്ത്, ആലയം ദൈവത്തിനെതിരെ ആയ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ എരിവുള്ളവനായി യേശു കർത്താവ് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ യേശു മിണ്ടാതിരിക്കുകയും ക്രിസ്തുവുമായിട്ടും തിരുവെഴുത്തിന് ശക്തമായി വെളിപ്പെടേണ്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധന്മാർ കൂടി വരുന്നവരുടെ ഇടയിൽ കാര്യങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായി നടക്കുമ്പോൾ ശക്തമായ ഭാഷയിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വാക്കുകൾ സൗമ്യതയുടെ മുഖം തന്നെയാണ്. ലോകം ഒരുപക്ഷെ അത് സൗമ്യത ഇല്ലായ്മ എന്ന് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അത് സൗമ്യത ഉള്ളവരുടെ സ്വഭാവം തന്നെയാണ്. സ്തോത്രം. സൗമ്യതയുള്ളവർ ഉള്ളവരുടെ ജീവിതത്തിൽ സഭയുടെ അന്തരീക്ഷത്തിലും ആത്മീക ഗോളത്തിലും വരുന്ന മൂല്യച്യുതികളെ കാണുമ്പോൾ യേശു കർത്താവ് സർപ്പസന്തതികളെ എന്ന് വിളിക്കുവാനിടയായി തീർന്നു. അതിന്റെ അർത്ഥം യേശുവിന് സൗമ്യത അന്തരം ഇല്ലാതായി എന്നല്ല. യേശു താൻ കടന്നു വന്ന പരീശന്മാരെ നോക്കിയിട്ട് കപട വേലക്കാരെ അല്ലെങ്കിൽ കപടഭക്തരെ എന്ന് യേശു കർത്താവ് വിളിക്കാനിടയായി തീർന്നു. വെള്ളതേച്ച ശവക്കല്ലറകളെ എന്ന് യേശു വിളിക്കാനിടയായി തീർന്നു. യേശു ഇത്ര കഠിനമായ ഭാഷകളൊക്കെ ആത്മീക ഗോളത്തിൽ ആത്മീകന്മാർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടായിരിക്കുന്ന പരീശന്മാരെ നോക്കി യേശു വിളിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം യേശു സൗമ്യത ഇല്ലാത്തവനായി അന്നേരം തീർന്നു എന്നതല്ല. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതുപോലെ സംസാരിക്കാൻ കഴിയുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി ക്രിസ്തുവിന്റെ പുറകെ സഞ്ചരിക്കുന്ന വഴിയിൽ നമുക്കുണ്ടായി വരുന്ന ഒരു സത്യമാണ്. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങളിൽ സൗമ്യതയുള്ള മനോഭാവത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ
ഒരുമിച്ച് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ആ നിശ്ചിത കൊണ്ട് സൗമ്യതയെക്കുറിച്ച് ഞാൻ വേഗത്തിൽ കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതമായി ചേർത്ത് പറഞ്ഞത് നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ സൗമ്യതയുടെ മുഖത്തെ നമുക്ക് അടുത്തറിഞ്ഞുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് ഇന്നു മുതൽ ഭാവമാറ്റത്തിലേക്ക് ക്രിസ്തുവിനെ ധരിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി ക്രിസ്തു തന്നെ നമ്മളെ നയിക്കുന്നുണ്ട്. ഇത് നമ്മൾ വിചാരിച്ചു നേടുന്നതല്ല. ദൈവം ഓരോ ദിവസവും സൗമ്യത വരുവാൻ നമ്മളെ നയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലെല്ലാം പരാജയപ്പെട്ടു പോകുകയാണ്. കാരണം അവിടെ നമ്മൾ ക്രിസ്തുവിനെ കൊലോസ്യ ലേഖനത്തിന്റെ വചനപ്രകാരം നമ്മൾ ധരിക്കുന്നില്ല. ആ സ്വഭാവത്തെ നമ്മൾ ധരിക്കേണ്ടതിന് പകരം നമ്മൾ അവിടെ നമ്മുടെ ശരിയെ തിരുത്തുകളായി നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് സൗമ്യത ലോകത്തിന് അറിയുവാൻ കഴിയുന്നില്ല. നിങ്ങളുടെ അയൽക്കാരുടെ മുന്നിൽ നിങ്ങൾ സൗമ്യനാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ എത്ര തിരുത്തി എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു സൗമ്യത കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളിൽ കൂടി ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിൽ തീർച്ചയായും തിരുത്തലുകളുണ്ട്. സൗമ്യതയുടെ ഭാഷയിൽ തിരുത്തിയാട്ടെ. കൺട്രോൾ വിട്ടുപോകുന്നതല്ല സൗമ്യത എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ക്രിസ്തുവിന്റെ പുറകെ പോകുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഇതിലേക്ക് ദൈവം നമ്മളെ നയിക്കുവാനിടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വചനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസനെയും ശുശ്രൂഷകളെയും യാത്രയും ഏൽപ്പിച്ചുകൊണ്ട് ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ